നമ്മളെല്ലാവരും നമുക്ക് ചുറ്റും തന്നെ പല തൊഴിലുകളും കണ്ടിട്ടുണ്ടാകും, പല തൊഴിലാളികളെയും കണ്ടിട്ടുണ്ടാകും. അതിൽ പലരും അവർക്ക് കൊടുത്ത പണി വളരെ ഭംഗിയായി ചെയ്തു തീർത്തു പോകുന്നവരാണ്. എന്നാൽ മറ്റു ചിലർ അവർക്ക് കൊടുത്ത പണിയേക്കാൾ വലിയ പണി ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അത്തരം കുറെ പണിക്കാരെയും അവരുണ്ടാക്കി വെച്ച പണികളൊക്കെ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് കടക്കണം, ഇവിടെ ഒരു ഡെമോലിഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് അവർ ആ ചുമരിന്റെ ഭാഗങ്ങളൊക്കെ പൊളിക്കുന്നുണ്ട്. അങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് ഇളകി. ഇത് കണ്ടപാടെ കൂട്ടത്തിലെടുത്ത് എസ്കേപ്പ് എന്നും പറഞ്ഞ ഒറ്റ ചാട്ടം. ഇതിലും നല്ലത് അത് പൊളിഞ്ഞു വീഴുന്നത് തന്നെയായിരുന്നു. കാരണം അത് പൊളിഞ്ഞു വീണാലും പുള്ളിക്ക് കാര്യമായിട്ടൊന്നും പറ്റിക്കൊള്ളണമെന്നില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ ഓഫീസിൽ എംപ്ലോയീസ് എല്ലാവരും നേരെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ബോസ് വന്ന് നോക്കുമ്പോൾ ബോസ് കാണുന്നത് എന്നാൽ ശരിക്കും അവർ ചെയ്യുന്നത് ഇവിടെ ഒരു വീട് പണി കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പണിയൊക്കെ ചെയ്ത് തീർത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് മാത്രം എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി അതുണ്ടാക്കി വെച്ചാൽ തന്നെയാണ് ഇതും ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. എന്തായാലും അത്യാവശ്യം ഓപ്പൺ ആയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കാര്യം സാധിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും സ്യൂട്ടബിൾ ആയൊരു ടോയ്ലറ്റ് തന്നെയാണ്. കാറ്റടിച്ചപ്പോൾ പൊളിഞ്ഞു പോയൊരു റൂഫ് ശരിയാക്കാൻ വന്നിരിക്കുകയാണ് പുള്ളി. പക്ഷെ പാവം ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ട് കാര്യം നടക്കുന്നില്ല. അപ്പൊ അദ്ദേഹം സഹായത്തിനായി മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തി. അങ്ങനെ അയാളും വന്ന് അവർ രണ്ടുപേരും കൂടെ അത് ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ പിന്നെ വീടുണ്ടാക്കുന്നതിന്റെ മുന്നേ തന്നെ ഉടമസ്ഥ എഞ്ചിനീയറോട് പറഞ്ഞു വീട്ടിൽ എന്തായാലും ഒരു സ്റ്റെയർ കേസ് നിർബന്ധമാണെന്ന്. അങ്ങനെ പണി കഴിഞ്ഞപ്പോൾ സ്റ്റെയർ കേസ് റെഡി. പക്ഷെ ഇതിപ്പോ എന്തിനാണെന്ന് ഉടമസ്ഥനും അറിയില്ല, എഞ്ചിനീയർക്കും അറിയില്ല. ഇതുപോലെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന പോലത്തെ കുറെ സ്റ്റെയർ കേസുകൾ ഇതിന്റെ മുമ്പുള്ള ചില വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന്റെ ഒക്കെ എക്സ്ട്രീം ഒരു വെർഷനാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. അതുണ്ടാക്കിയവൻ എന്തോ ഒരു സൈക്കോപാത്താണെന്ന് തോന്നുന്നു. കാരണം വീട്ടിലേക്ക് വന്ന ആരെങ്കിലും അത് ശരിക്കുള്ള സ്റ്റെയർ കേസ് ആണെന്നും കരുതി അതിലൂടെ ഇറങ്ങി വന്ന ആളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അപ്പൊ എന്തായാലും ഇവനിത് ആളെ കൊല്ലാൻ ഉണ്ടാക്കിയതാവാനേ വഴിയുള്ളൂ. ഇവിടെ ഒരു വണ്ടിയിലെല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചു. പക്ഷെ അവസാനം വണ്ടിക്ക് ബാക്കിൽ ഡോറില്ല. അപ്പൊ പിന്നെ എന്തായാലും ഇത്രയൊക്കെ കഴിഞ്ഞില്ല, ഇനി തൽക്കാലം എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നും പറഞ്ഞ് എന്തോ വടിയോ കോലോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്തായി, ഇതുവരെ ചെയ്ത പണി വേസ്റ്റായി. ഇവിടെ ഇതേ ആ ചെയിൻസോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറെ നേരമായി കിടന്ന് പരിശ്രമിക്കുന്നു. പക്ഷെ എത്ര നോക്കിയിട്ട് ഇത് ഓണാവണ്ടേ. പിന്നെന്തായാലും ഇത് നടപടിയാവണ കേസല്ല എന്ന് മനസ്സിലായപ്പോ അതിപ്പോ മനുഷ്യന്റെ ക്ഷമക്ക് ഒരു അതിരില്ലേ. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ 10-12 ടോയ്ലറ്റ് ഉണ്ടാക്കണമെന്ന് എഞ്ചിനീയറോട് പറഞ്ഞു. പക്ഷെ ബഡ്ജറ്റ് ലേശം കുറവാണ്, അതുകൊണ്ട് പരമാവധി ചെലവ് കുറച്ചിട്ടേ ഉണ്ടാക്കാൻ പറ്റൂ എന്നും പറഞ്ഞു. അപ്പൊ മഹാനായ എഞ്ചിനീയർ പണിത് വെച്ചതാണിത്. ഇങ്ങനെ ബഡ്ജറ്റ് ഇല്ലാതെ വരുമ്പോഴാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല നിർമ്മിതികളും ഉണ്ടാകുന്നത്. ഇവിടെ കണ്ടില്ലേ, അവർക്ക് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടാക്കാനുള്ള ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടാക്കിയത് കൊണ്ട് ഡോറിനുള്ള ബഡ്ജറ്റ് തീർന്നുപോയി. അപ്പൊ പിന്നെ ഇതേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ. അടുത്തെന്താണെന്ന് വെച്ചാൽ 2 റൂമിലും ഓരോരോ AC വെക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല. അപ്പൊ പിന്നെ ഒരു AC 2 റൂമിലായിട്ട് അങ്ങ് വെച്ചു. ഒരു പുതിയ മോഡൽ ഒരു ടാപ്പൊക്കെ നിർമ്മിച്ചു. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യുകയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. കൈ കഴുകാൻ വരുമ്പോൾ എക്സ്ട്രാ ഒരാളെ കൂടി കൊണ്ടുവന്നാൽ മതി. ഒരാൾ കൈ വെച്ചാൽ മറ്റേയാൾക്ക് കഴുകാം. ഇവിടെ ഒരു കൂട്ടം തൊഴിലാളികൾ അവരുടെ പണിസ്ഥലത്തുണ്ടായിരുന്ന കാർപ്പറ്റ് പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് തട്ടിക്കൊട്ടുന്നതാണ്. ഇതെന്താ പൊടി ഉണ്ടാക്കുന്ന മെഷീനോ? പുള്ളി വർക്കിൽ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ്. അങ്ങനെ പണി കഴിഞ്ഞ് ബോധം വന്ന് ആലോചിച്ചപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത്. പുറത്ത് കിടക്കാനുള്ള വഴിയില്ല. ഇതിപ്പോൾ അവർ 2 പേരുണ്ടായത് എന്തുകൊണ്ടും നന്നായി. ഒരാളായിരുന്നെങ്കിൽ ആ കൊട്ടെടുത്ത് തലയിൽ വെക്കാതെ നേരിട്ട് മണ്ണ് തട്ടി കളഞ്ഞ് പണി പെട്ടെന്ന് കഴിഞ്ഞേനെ.
ഇതിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്തായാലും അതുണ്ടാവില്ല. ഇവിടെ പിന്നെ ഇവർക്ക് ഈ കല്ലെടുത്ത് ആ കൊട്ടയിലേക്ക് അത്രയും ദൂരം എറിയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ക്യാച്ച് പിടിക്കാൻ ഒരു ടീം അവിടെ നിന്ന് അവരത് കൊട്ടയിലേക്ക് ഇടുന്നത്. അത് വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരിക്കലും ഒരു മനുഷ്യന് അത്രയും ദൂരമൊന്നും ആ കല്ലെടുത്ത് എറിയാൻ സാധിക്കില്ല. കാരണം അത്രയും അകലെയാണല്ലോ ആ കൊട്ട നിൽക്കുന്നത്. അതുകൊണ്ട് അവരുടെ ടീം വർക്ക് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഇനി അതിലും വലിയൊരു ടീം വർക്കാണ് നമ്മൾ അടുത്തത് കാണുന്നത്. ട്രാക്ടറിലെ ചേട്ടാ അവസാനം ലക്ഷ്യസ്ഥാനത്ത് എത്തി പിന്നോട്ട് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവരെടുത്ത ലോഡ് തൻ്റെ കൂടെ വന്നിട്ടില്ല എന്ന്. സിമെന്റ് ബാഗുകളൊക്കെ പെട്ടെന്ന് മുകളിലേക്ക് എത്തിക്കാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, ചെറിയ ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി. ഗേറ്റിന് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പുതിയൊരു ലോക്ക് വെക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് വെച്ചു. പൂട്ടാൻ പറ്റില്ല എന്നുള്ള ഒരൊറ്റ കുഴപ്പം മാത്രം മാറ്റി നിർത്തിയാൽ നല്ല അടിപൊളി ലോക്കാണ്. ഇതിപ്പോ ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാൽ പുള്ളിക്ക് അത് കൈകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഫോർക്ലിസ്റ്റ് ഉപയോഗിച്ചിട്ടേ എടുക്കൂ എന്ന് പുള്ളിക്ക് എന്തോ വാശിയുള്ളതുപോലെ. അധികം വാശി ഉണ്ടാകുന്നത് അത്ര നല്ലതല്ലെന്ന് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് കാണാം ഒരു കൂട്ടം ആളുകൾ മഞ്ഞുവീഴ്ച കാരണം ഉണ്ടായ മഞ്ഞൊക്കെ കോരി കളഞ്ഞ് ക്ലീൻ ആക്കുകയാണ്. പക്ഷേ നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, അത് ബ്ലൂടൂത്ത് വാക്വം ക്ലീനർ ഒന്നുമല്ല. പുള്ളിക്കാരി അത് കണക്ട് ചെയ്യാൻ മറന്നതാണ്. അടുത്തതായി നമ്മളിവിടെ കാണാൻ പോകുന്നത് വളരെ അത്യാധുനികമായ ടെക്നോളജിയോടുകൂടി ഉണ്ടാക്കിയ ഒരു റൂഫാണ്. കാറ്റടിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന റൂഫ്. ഇവിടെ എന്തോ തർക്കമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യസമയത്താണ് അവിടെ ഒരു പോലീസുകാരൻ എത്തിയത്. അപ്പോൾ പ്രശ്നം കണ്ട് ചാടി ഇറങ്ങിയ പുള്ളി ഉടനെ അവരുടെ അടുത്തേക്ക് പോയി. പക്ഷെ ചെറിയൊരു പ്രശ്നം, വണ്ടിക്ക് ബ്രേക്ക് ഇടാൻ മറന്നു. ഇദ്ദേഹത്തോട് പെട്രോൾ പമ്പ് ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ചെയ്യുന്നതാണിത്. ഇതിപ്പോ പുള്ളി അത് വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണോ അതോ ഒരു അൾട്രാ റിച്ച് ആയതുകൊണ്ട് പെട്രോൾ കൊണ്ട് തന്നെയാണോ ക്ലീൻ ആക്കാറ്? ഉയരത്തിലുള്ള ഭാഗങ്ങളൊക്കെ തേക്കാനായി പുതിയ ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം തൊഴിലാളികൾ. ഇവിടെ നമുക്ക് കാണാം അദ്ദേഹം ആ സീലിംഗ് അവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. പുള്ളിക്ക് സഹായിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷെ മറ്റവന്മാരൊന്ന് സമ്മതിക്കണ്ടേ സഹായിക്കാൻ. നിങ്ങൾ മിക്കവരും ഡ്രില്ലിംഗ് മെഷീനൊക്കെ കണ്ടിട്ടുണ്ടാകും, പലരും യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ സത്യത്തിൽ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്യേണ്ടത് നമ്മൾ യൂസ് ചെയ്ത പോലെയൊന്നുമല്ല. അത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാനും അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴാണ് അറിഞ്ഞത്. പുള്ളിക്ക് ഇഡിലൻ ഷെഫാണേ, ഫുഡൊക്കെ ഫ്ലിപ്പ് ചെയ്യുന്നുണ്ടില്ലേ, കില്ലാടി തന്നെ. ഇവിടെ നമുക്ക് കാണാൻ ഒരു JCB മറിഞ്ഞു കിടക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ പൊക്കിയെടുക്കാൻ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ അതിന് നിർത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.